ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 7ാമത്തെ ചാപ്റ്റർ ഇതിലെ എക്സസൈസ് 7.1ലെ 5ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ആണ്: ഇൻ എ ക്ലാസ് റൂം 4 friends are seated at the points A, B, C and D as shown in figure 7.8. ഇവിടെ ഫിഗർ തന്നിട്ടുണ്ട്. എ, ബി, സി, ഡി എന്നിങ്ങനെ 4 പൊസിഷൻ ഉണ്ട്. അതിന്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഗ്രാഫായിട്ട് തന്നിട്ടുണ്ട്. ചമ്പ ആൻഡ് ചമേലി walked into the class and after observing for a few minutes, Chamba asked Chameli, "Don't you think ABCD is a square?" Chameli disagrees. Using distance formula, find which of them is correct. ഇത് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് നമുക്ക് സൈഡ് കണ്ടുപിടിച്ച് കറക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ചെയ്ത് നോക്കാം. ഇവിടെ ഫിഗറിൽ നമുക്ക് പോയിന്റ്സ് എടുക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റ് 3, 4, അതുപോലെ ബി 6, 7, 9, 4 ആൻഡ് ഡി 6, 1. ഇത് നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് ഓരോ ഡിസ്റ്റൻസും കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് x2 minus x1 all square plus y2 minus y1 all square ആണ്. അപ്പോൾ ഇവിടെ എ ബി 6 minus 3 all square plus 7 minus 4 all square ആണ്. 6 minus 3 3യുടെ സ്ക്വയർ 9 plus 7 minus 4 3യുടെ സ്ക്വയർ 9 റൂട്ട് 18 equal to അത് 3 root 2. The root of 9 into 2. അപ്പോൾ 3 root 2 എന്ന് കിട്ടും. അതുപോലെ ബി സി ഈക്വൽ ടു റൂട്ട് ഓഫ് 9 minus 6 all square. 9 minus 6 all square plus 4 minus 7 all square equal to അതും റൂട്ട് ഓഫ് 3 square plus 3 square ആണ് ഈക്വൽ ടു റൂട്ട് ഓഫ് 9 plus 9 ഈക്വൽ ടു റൂട്ട് 18 ഈക്വൽ ടു 3 root 2 എന്ന് കിട്ടും. അതുപോലെ സി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 6 minus 9 all square. 6 minus 9 all square plus 1 minus 4 all square ഈക്വൽ ടു റൂട്ട് ഓഫ് 6 minus 9 അതായത് മൈനസ് 3 സ്ക്വയർ പ്ലസ് 1 minus 4 മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് 9 plus 9 ഈക്വൽ ടു റൂട്ട് 18 ഈക്വൽ ടു 3 root 2 എന്ന് കിട്ടും. ഈക്വൽ ടു റൂട്ട് ഓഫ് 6 minus 3 all square plus 1 minus 4 all square ഈക്വൽ ടു root of 6 minus 3 square plus minus 3 all square equal to root of 9 plus 9 equal to root 18 equal to 3 root 2. അപ്പോൾ ഇവിടെ നമുക്ക് 4 സൈഡും ഈക്വൽ ആണെന്ന് കിട്ടി. 4 സൈഡ് ഈക്വൽ ആയതുകൊണ്ട് സ്ക്വയർ ആവണമെന്ന് നിർബന്ധമില്ല. 4 സൈഡ് ഈക്വൽ ആയ റോംബസ് ആയാലും മതി. പിന്നെ ഇത് സ്ക്വയർ ആണോ റോംബസ് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കിവിടെ എ ബി ഈക്വൽ ടു ബി സി ഈക്വൽ ടു സി ഡി ഈക്വൽ ടു എ ഡി ആണ്. എ ബി സി ഡി ഈസ് എ. ഇനി റോംബസ് ആണോ സ്ക്വയർ ആണോ എന്ന് ഉറപ്പിക്കാൻ നമുക്ക് ഡയഗണലും കൂടെ കണ്ടുപിടിച്ച് നോക്കാം. ഡയഗണലിന്റെ ലെന്ത് ഈക്വൽ ആണെങ്കിൽ അത് സ്ക്വയർ ആയിരിക്കും. ഡയഗണൽ വ്യത്യസ്തമാണെങ്കിൽ 4 സൈഡും ഈക്വൽ ആണ്, അതുകൊണ്ട് അത് റോംബസ് ആവാം. അപ്പോൾ നമുക്ക് എ സി കണ്ടുപിടിച്ച് നോക്കാം. AC equal to root of 9 minus 3 all square plus 4 minus 4 all square equal to 9 minus 3 root of 6 square plus 0 square equal to root of 36 equal to 6. ഇനി അടുത്ത ഡയഗണൽ ബി ഡി ഈക്വൽ ടു റൂട്ട് ഓഫ് 6 minus 6 all square plus 1 minus 7 all square
equal to root of 0 square plus 1 minus 7 minus 6. Minus 6 all square equal to root of 6 square equal to root 36 equal to 6 എന്ന് കിട്ടി. ഡയഗണൽസ് എ സി ഈക്വൽ ടു ബി ഡി ആണ്. 4 സൈഡും ഈക്വൽ ആണ്, അതുപോലെ 2 ഡയഗണൽസും ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതൊരു സ്ക്വയർ ആണ്. Therefore ABCD is a square. ABCD റോംബസ് അല്ല, സ്ക്വയർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു.